എല്ലാവർക്കും ഒരു ഹായ് പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ തുറത്തേക്ക് നാലുമിൻ്റെ എപ്പിസോഡ് 158 അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ആകാശത്ത് 2 ചന്ദ്രൻ വരികയും 9 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു പ്രതിഭാസം അതുകൊണ്ട് അതിശയിച്ച് നിൽക്കുകയാണ്. അവിടെയുള്ളൊരു ശിവൻ കണ്ടിട്ട് ഈ ഫെനോമിനൽ പ്യൂരിഫൈഡ് ഡീമോണിക്കൽ ലോട്ടസ് ഫ്ലെയിം വരാൻ പോകുന്നതാണ് എന്നതാണ് മാപ്പിൽ നിന്ന് കിട്ടിയ വാക്കുകളിലൂടെ മനസ്സിലായതാണല്ലോ. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു എസൻസ് ഫ്ലെയിം, അതിന് റിയാക്ഷൻ അവനത് ആ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് പോകാനുള്ള രീതിയിൽ കാണിക്കുകയാണ്. ഇത് ലെജൻഡറി പ്യുവർ ലോട്ടസ് ഡീവൻ സെയിൻ്റ് തന്നെയാകണം എങ്കിൽ അവൻ്റെ ഉള്ളിലുള്ളത് അതെന്താണെന്ന് അവൻ അറിയില്ല. സംഭവം ഈ പറയുന്ന എസൻസ് ഫ്ലെയിം കൊണ്ട് അവൻ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് നോക്കാം. അവനവൻ്റെ ഇല്യൂഷറി സോൾ ഫ്രാഗ്രന്റ് ബോഡി അതെടുത്തു നോക്കുന്നു. അത് ഫൈനൽ ലെവലിൽ എത്തിയിരുന്നു. ഇത് കണ്ടുവരുന്നതാണ് സിയൻ. 2 സിയാനോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അതിനിട്ട് കളിപ്പിക്കുകയാണ്. മാസ്റ്റർ ബോ നീ സോഴ്സ് ആങ്കർ മോഷൻ വെച്ച് ഫില്ല് ചെയ്തു റിഫിൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. അവനതിന് അത് മറ്റേ ബോഡിയിലേക്ക് ആക്കി, അതുകൊണ്ട് ആകാം അതിൻ്റെ മാറ്റം വന്നതും ഫൈനൽ ലെവലിലേക്ക് അത് എത്തിയതും. ശിവനപ്പോൾ ഡീമോണിക്ക് ഫ്ലെയിം അത് വരാൻ പോകുന്നു, എന്നാൽ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയേ അവനത് എനിക്കറിയാം. അവൻ്റെ സോൾ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണല്ലോ. സോൾ ഹോൾ അറ്റാക്ക് ചെയ്തത് വേറൊരു മിസ്റ്റീരിയസ് ആയ ആളെ രക്ഷിച്ചത് അത് പറയുകയാണ്. അത് കേട്ടിട്ട് സോൾ ഹോൾ എങ്കിൽ ആ ഫ്ലെയിം ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വേറൊരാൾ രക്ഷിച്ചെങ്കിൽ അത് എനിമയല്ല, ഫ്രണ്ടാണ്. എന്നിരുന്നാലും എൻസിൻ്റെ ഡ്രൈവ് വരുന്നത് കൊണ്ട് തന്നെ സോൾ ഹോൾ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കില്ല. അതിന് പുറമെ നീ ആ ഫ്ലെയിം എടുക്കാൻ മാത്രമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മാസ്റ്റർ പറയുകയാണ്. അവനുമൊക്കെ മാസ്റ്റർ അവൻ യെല്ലോ സ്പ്രിങ്ങിലേക്ക് പോയത് തന്നെ ഒരു പിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനത്തിന് വേണ്ടിയായിരുന്നല്ലോ. യെല്ലോ ബ്ലഡ് ക്രിസ്റ്റലൊക്കെ കൊണ്ടുവന്നു, അത് വെച്ച് ഉണ്ടാക്കിയ പിൽസ് അത് കൊടുക്കുകയാണ്. സംഭവം ആ പ്യൂരിഫൈഡ് ലോട്ടസ് ഫ്ലെയിം അവനത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ലെവൽ 9 പില്ലിങ്ങിന്റെ ആവശ്യമുണ്ട്. അവളാണ് ഒരു സൗണ്ട് പുറത്തു നോക്കിയ ഹെവനാൻ്റെ അടുത്ത് ബ്ലെസ്സിങ് പോലെ ആ 9 സ്റ്റാർ ചേരുകയാണ് ഫൈനൽ മൊമെന്റ്. അതിനുശേഷം ആ ഫ്ലെയിം പുറം ലോകത്തേക്ക് വരാൻ പോകുന്നു. അതുപോലെ നടക്കുന്നു. അതിന്റെ പോലെ തന്നെ അവൻ്റെ ഉള്ളിലെ എസൻസ് ഫ്ലെയിം സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻ. മാസ്റ്റർ അപ്പോൾ ഷിന്നിനും ഇഷാനൊക്കെ കൾട്ടേഷനിലാണ്. ഫേറി ഷിൻ അവർ പോയി വരുന്നത് വരെ ഇവിടെ നോക്കാൻ പോകുന്നുണ്ട്. അവിടെ ഉള്ളവരുടെ സോളുകൾ അറ്റാച്ച് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നോ കൊടുത്തേക്ക് അവരൊക്കെ. അതിനുശേഷം പോർട്ടൽ ഉണ്ടാക്കി എങ്ങോട്ടാണോ അവ കണ്ടേ അങ്ങോട്ട് തന്നെ പോവുകയാണ്. അവിടെ എത്താറാകുമ്പോൾ തന്നെ അവിടെ ഉള്ള ഫ്ലെയിമിന്റെ ഓറ പോലും ആ സ്ഥലം ഇല്ലാതാക്കിയിരുന്നു. സിയൻ മാസ്റ്ററും സിയൻ എൽഡറും എന്നിവരാണ് വന്നേക്കുന്നത്. ഡീമോണി ഫ്ലെയിം വളരെ പവർഫുൾ ആണ്. വാസ്റ്റ് മൗടെ ഒരു മരുഭൂമിയിലേക്ക് അവിടെ സീൽ ചെയ്ത് വെച്ചേക്കാണ്. അതിനുള്ളിലൂടെ വേണം പോകാൻ. അതോടനെ ഇല്ലാതാകും, കാരണം അതാണ് മോസ്റ്റ് ഓഫ് ദ ഹീറ്റും തടയുന്നേ. അങ്ങനെ അത് അവസാനം ഇല്ലാതാകുമ്പോൾ അവർക്ക് പോകാൻ പറ്റും. അങ്ങനെ നിൽക്കുകയാണ് അങ്ങോട്ട് വരുന്നേ. സോൾ ഹാളിലുള്ളവര് സിയോൻ കണ്ടിട്ട് ദേഷ്യമായി. അതിൽ ഡെപ്യൂട്ടി ചീഫ് കൂടാതെ വേറെ 2 പേര്. മാസ്റ്റർ കണ്ടിട്ട് സോൾ ഹാൾ മാസ്റ്റർ ഫൊൻമേഷൻ, അതായത് സോൾ ഹാളിൻ്റെ തന്നെ ചീഫ് ഷിയോൻ സോൾ വെച്ച് ട്രാവൽ ചെയ്തപ്പോൾ അറ്റാക്ക് ചെയ്ത ഹത്തിയാളിന് ഇല്ലാതായ ഷോക്കളിൽ നിന്ന് ടാലൻ്റ് എഴുത്തിന് അവനാണ് ഫസ്റ്റ് കാണുന്നത്. ഡെപ്യൂട്ടി ചീഫ് അപ്പോൾ അവനാണ് സോൾ ഹാളിന് വേട്ടയാടുന്നത്. ഒരുപാട് പേര് ഇല്ലാതാക്കി. ഇപ്പോൾ പോലും സ്ലിപ്പായി പോവുകയാണ്. ഇനിയൊരു ചാൻസ് എന്ന് പറയേ ഒരു നാൾ അവനാകും അടുത്ത ശിവൻ. അതോട്ട് അവനൊന്ന് ഷോക്കെങ്കിലും നമ്മുടെ യങ് മാസ്റ്ററിൻ്റെ ഒപ്പം വരില്ലല്ലോ എന്നൊക്കെ ഡയലോഗ്. ഹുൻഫങ് എന്താ അവരുടെ യങ് മാസ്റ്റർ അവനെ നോക്കിയിട്ട് അവൻ്റെ ഉള്ളിൽ 5 ഹെവലി ഫ്ലെയിം ഉണ്ട്. എന്നിട്ട് അവൻ സർവൈവ് ചെയ്യുന്നെങ്കിൽ അവനെന്തോ സ്പെഷ്യൽ സ്കില്ലുണ്ട്. എങ്കിൽ കൂടി എനിക്ക് അവനെ ഇല്ലാതാക്കാൻ പറ്റും. ഹുൻഫങ് 2 സ്റ്റാർ ഡൗസൈൻ്റ് ആണ്. ശിവന് അവർ കുറച്ച് സീനാണ് എന്നറിയാം. എങ്കിൽ കൂടി ഹെവലി ഫ്ലെയിമിന് വേണ്ടി വന്നതുകൊണ്ട് തന്നെ വേറെ ഫൈറ്റിനായിട്ട് ഇപ്പോൾ വരില്ല. അപ്പോഴേക്കും അങ്ങോട്ട് ഹൂഷുവാനൊക്കെ അവരുടെ ക്ലാന് വരികയാണ്. അവർ ഗൂ ക്ലാനിന് പോയതിനു ശേഷം പിന്നെ ഇപ്പോഴാണല്ലോ കാണുന്നത്. അവരുടെ കൂടെ എൽഡർ ഹൂയാവോ എന്ന ഒരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാള് 4 സ്റ്റാർ ഡൗസൈൻ്റ് ആണ്. അയാളുടെ കയ്യിൽ 16ാമത്തെ റാങ്ക് ആയ ഫയർ ക്ലൗഡ് വാട്ടർ ഫ്ലെയിം ഉണ്ട്. അങ്ങനെ നിൽക്കുകയാണ് കുറച്ച് ബട്ടർഫ്ലൈ. അത് കണ്ടപാടെ ആരെന്ന് അവനെ മനസ്സിലായിട്ട് ഹാപ്പി ആയിരുന്നു. അത് ഗോക്ലാനിൽ നിന്നുള്ളവരായിരുന്നു. ഈ ഓണർ തന്നെ ആകുമല്ലോ. അവളവനെ കാണുകയാണ് കുറച്ച് നാൾക്ക് ശേഷം. പിന്നെ അവരുടെ കൂടിക്കാഴ്ച, കുറച്ച് റൊമാൻസ്. ഇതിനൊന്നും കുഴപ്പമില്ല, മെഡുസയ്ക്ക് കൊടുക്കണം. അതവർക്ക് പറ്റില്ല. എന്തോ സിംഗ് വന്നിട്ട് ഡേ നമ്മൾ കാണാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കില്ലേ. അവരുടെ കൂടെ വന്ന എൽഡർ ഗൂനഹൈ എന്ന ഒരാളെ കണ്ടിട്ട് മറ്റേ എൽഡറിനാകട്ടെ ഇഷ്ടപ്പെടാത്ത പോലെ എന്തോ ഒരു റീസൺ ഉണ്ട്. സിയനെ കണ്ടിട്ട് നീ കുറെ മാറിയല്ലോ. പിന്നെ ഗൂനഹൈനെ പരിചയപ്പെടുത്താണ്. അയാൾ 4 സ്റ്റാർ ആണ്. അവർ ഫ്ലെയിമിന് വേണ്ടി വന്നതാണെന്ന് അതിനു വേണ്ടിയല്ല, ഒരിക്കലും ഹുൻപ്ലാന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്നതിനാണ്. അതിന് ഹുൻഫങ് അവനെ കാണിച്ചിട്ട് അവനൊന്ന് സൂക്ഷിക്കണം. അവൻ്റെ ഉള്ളിൽ ഡൗഡി ബ്ലഡ് ലൈനാണ്. മുൻപ് നമ്മൾ ഇല്ലാതാക്കിയ ഹുന്യൂനെ പോലെയല്ല, അവനാണ് അടുത്ത ഹുൻപ്ലാൻ മാസ്റ്റർ. ഇതിനു വേണ്ടി ഒരുപാട് പേര് വരും എന്ന് കരുതി എന്നാൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ എന്നതിന് അതിന് കാരണം ഹാഫ് സ്റ്റെപ്പ് ആയവർക്ക് പോലും ഇതിനുള്ളിൻ്റെ അപ്പുറം പോയി സർവൈവ് ചെയ്യണമെങ്കിൽ അത് ലക്കാണ്. പിന്നെ ഏൻഷ്യൻ്റ് ക്ലാൻ ഉള്ളവർക്ക് അവർക്കൊരു റൂൾസ് വെച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഡൗസൈൻറ്റിൻ്റെ മുകളിലുള്ളവർക്ക്
അതിന് താഴോട്ടുള്ളവരെ ഒന്നിച്ചാൻ പാടുള്ളതല്ല. അവനപ്പോൾ അതുകൊണ്ടായിരിക്കും സോൾ ഹാളിന്റെ ബ്രാഞ്ചിനെ തന്നെ ഇല്ലാതെ സ്ട്രോങ് ആയ ആൾക്കാരോ അവരെ വിടാതിരുന്ന് എന്ന കാരണം അവന് മനസ്സിലായി. അപ്പോഴേക്കും അങ്ങോട്ട് എല്ലാ ക്ലാനും വരുന്നുണ്ട്. സ്പിരിറ്റ് ക്ലാൻ ഒഴിച്ചുള്ള 7 ക്ലാൻ അവിടെ ഉണ്ട്. ഷിയോ ക്ലാൻ, കൂ ക്ലാൻ, ഹുൻ ക്ലാൻ, എർത്ത് ക്ലാൻ, തണ്ടർ ക്ലാൻ, ഫയർ ക്ലാൻ, മെഡിസിൻ ഹാൾ മെഡിസിൻ ക്ലാൻ. അവിടെ വന്ന എൽഡേഴ്സിന് ഗൂ ക്ലാനിന് ഹുൻ ക്ലാനിനെ കണ്ടിട്ട് ദേഷ്യമായി പോയി. എന്താണ് കുഴഞ്ഞുപോയി. എന്താണോ എന്തിനാണോ എന്നത് ആർക്കും അറിയില്ല. സംഭവം പറഞ്ഞുതരാം. എന്തിനാണെന്നാ സ്പിരിറ്റ് ക്ലാൻ ഒറ്റ രാത്രി കൊണ്ട് വൈപ്പായതാണല്ലോ. മുൻപൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു അതിന് കാരണം ഗൂ ക്ലാൻ അല്ലെങ്കിൽ ഹുൻ ക്ലാൻ എന്നതാണ് അവർ പറയുന്നത്. കാരണം ഈ 2 ക്ലാനാണ് ഏൻഷ്യന്റ് ക്ലാനിൽ ഇപ്പോൾ പവർഫുൾ ആയിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഏൻഷ്യന്റ് ക്ലാനിനെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ അങ്ങനെ പവർഫുൾ ആയ ഒറ്റൊരു ഏൻഷ്യന്റ് ക്ലാനിന് മാത്രമേ പറ്റുകയുള്ളൂ. ഗൂ ക്ലാൻ അറിയാം അത് ഹുൻ ക്ലാൻ തന്നെയാണ് ചെയ്തതെന്ന്. എന്നാൽ പ്രൂഫ് ഇല്ലാതെ ആ ഏൻഷ്യന്റ് ക്ലാനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നോർമൽ ക്ലാൻ പോലെ അല്ലാതെ എന്നത് ഓർക്കണം. പിന്നെ ഷിയോ ക്ലാനിൽ നിന്ന് ഇപ്പോൾ ഷിയോയിൽ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ട് അവസാന ക്ലാനായ ക്ലാൻ എന്ന് പറയുന്നത് മാറ്റിപ്പിടിക്കുക അവസാന സെക്റ്റായ മെഡിസിൻ അല്ലെങ്കിൽ യാവോ ക്ലാൻ യാവോ സെക്ട് വരികയാണ്. യാവോച്ചൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ട് യാവോച്ചൻ ഷോക്കായി പോയി. യാവോ വൻകുയി എന്ന ഒരു ഹെൽഡറും യാവോട്ടിയനും യാവോലിങ് എന്ന 2 പേരുടെ കൂടെയാണ് വന്നിരുന്നത്. അതാരെന്ന് ചോദിക്കുക യാവോ വൻകുയി അയാളാണ് പണിഷ്മെന്റ് സൂപ്പർവൈസർ. അയാളുടെ കമാൻഡിലാണ് ആ ക്ലാനിലെ ഓരോ മെമ്പറിന്റെ ലൈഫ് എടുത്ത്. അയാളാണ് യാവോച്ചനെ ഒറ്റ ദിവസം കൊണ്ട് ക്ലാനിൽ നിന്ന് പുറത്താക്കിയത്. അത് കേട്ട് സിയുവിനെ കേട്ട ദേഷ്യ സെൽഫിഷ് കാണിച്ച് അയാളുടെ പവറിൽ കൂടെയുള്ള ഒരുത്ത 1 സ്റ്റാർ ടൗസൻഡ് യാവോട്ടിയൻ പേരൊക്കെ ഇപ്പൊ കാണും പിന്നെ മറന്നു പോകും. ഇവൻ എന്നൊക്കെ ആയിരിക്കും പിന്നെ പറയുന്നത്. ഒന്ന് ഓർക്കണേ. വന്നിട്ട് യാവോച്ചനെ തിരിച്ചു വിളിച്ചു. എന്ന ക്ലാൻ മെമ്പർ എന്ന ഒരു പരിഗണന ഉണ്ടാകില്ല, ഒരു സ്ലേവിനെ പോലെ ആയിരിക്കും എന്നത് നിഷേധിച്ചു. ഇപ്പോൾ നിന്റെ സോൾ ലെവലിൽ ഫൈനൽ സ്റ്റേജ് ഓഫ് ഹെവനിൽ പോലും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ റെസ്പെക്ട് പോലും ഇല്ലാതെ പറഞ്ഞ കളിയൊക്കെയാണ് ആരുടെ മുൻപിൽ ശിവൻ അല്ലേ. അവൻ മാസ്റ്റർ ടീച്ചറായിട്ടൊക്കെ കാണുന്ന ആളിന്റെ മുൻപിൽ വെച്ച് ആളിനെയാണ് കളിയാക്കുന്നത്. അവിടെയുള്ള ബാക്കി ഏൻഷ്യന്റ് ക്ലാനിന്റെ മെമ്പേഴ്സ് ഇത് കേൾക്കുന്നുണ്ട്. യോണർ അവനെ കുറിച്ച് പറയേ, ഓ നീയാണോ അവന്, എന്നാലും നീ ഒരു വീക്കാണല്ലോടാ. നീയര എന്നതിന് യാവച്ചന്റെ ഡിസിപ്പിൾ. ഓ അപ്പോൾ പിലിസ് പഗോഡയിലെ ആൽക്കസ്റ്റ് ചാമ്പ്യൻ നീയാണ് എന്നോട് സംസാരിക്കുന്നത്. നിർത്തടാ നായേ എന്ന് പറഞ്ഞിട്ട് അവനൊരു ഹെവൻ ലെവൽ സോൾ സ്റ്റേജ് ആണ് പൂർണ്ണമായും അല്ല എന്നതാണ്. അവൻ സോൾ അറ്റാക്ക് കൊടുക്കുകയും അത് ഷിയോയിന് ഒറ്റ സ്ട്രൈക്കിൽ ഇല്ലാതാക്കി. കണ്ടുകൊണ്ടിരുന്ന ഹുൻമേഷിങ് വരെ ഞെട്ടിപ്പോയി. 1 സ്റ്റാർ ടൗസൻഡ് ഹെവൻ ലെവൽ സോൾ സ്റ്റേജ് എന്നെ എതിർക്കാൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുകയാണ് അവൻ്റെ. പിന്നെ പെർഫെക്റ്റ് സോൾ സ്റ്റേജ് ആണല്ലോ അത് വന്നതും അനാനുല് സ്റ്റണ്ണായി പോയി. യവന് പോയി വന്നിട്ട് അതിനെ തടയാൻ നോക്കുകയാണ്. പിന്നെ തെറിച്ച് പിറകോട്ട് പോയി. അപ്പോഴേക്ക് ഇലൂഷറ ബോഡിയിൽ വന്നിട്ട് ചെവിക്കലും നോക്കി കൊടുക്കുകയാണ് കാണിക്കുന്നത്. എന്തിന് മാസ്റ്ററിനെ പറഞ്ഞതിന് മാത്രമായിട്ടും ഒരു മര്യാദ ഇല്ലാതെ വർത്താനത്തിന് വേണ്ടി അങ്ങനെ അവസാനം ഒന്ന് കനപ്പിച്ചെന്ന് കൊടുത്തു താഴെ ഇട്ടു. എല്ലാവരും കണ്ടിച്ചിരിക്കുകയും അതിശയിച്ച് നിൽക്കുകയാണ് ഒരേ ടൈമിൽ. നീ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ഷിയോൻ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ വന്നു അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.